എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ബെനിഫിഷ്യറീസിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷൻസും അതിനകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഡെയിലി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അംഗനവാടി തുറക്കുന്നു, കാണിക്കുന്നു, അറ്റൻഡൻസ് തരുന്നു, THRHC മാർക്ക് ചെയ്യുന്നു, ആക്ടിവിറ്റി മാർക്ക് ചെയ്യുന്നു, ഹോം വിസിറ്റ് ചെക്ക് ചെയ്യുന്നു, ആധാർ വെരിഫിക്കേഷൻ ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, മന്ത്ലി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം ആക്ടിവിറ്റീസ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഞാനിപ്പോൾ പറയുന്നത്, നമുക്കറിയാം നമ്മളൊരു 3 ഡോട്ട്സ്, നമുക്കറിയാം എല്ലാ ബെനിഫിഷ്യറി കാറ്റഗറിയിലും ഈ പറയുന്ന 3 ഡോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ 3 ഡോട്ട് വരുന്ന ആ കാറ്റഗറി എടുത്തിട്ട് നമുക്ക് ഓരോരുത്തരുടെയും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം കുറച്ച് പേര് ഈ ഒരു സംശയം ചോദിച്ചിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇടാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ആദ്യത്തെ പ്രകടന ഭൂമികളിൽ പോവാം. അതിൽ നിങ്ങൾ നോക്കുക, രണ്ടാമത്തെ രേഷ്മ ലിജോ എന്ന് കണ്ട ആ രേഷ്മ ലിജോയിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആധാർ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ പുതിയതായിട്ട് ചേർത്ത ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ ആധാർ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പൂർത്തീകരിച്ചിട്ടുണ്ടാവണം. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ ഫസ്റ്റ്. അതിൽ ഈ രേഷ്മ ലിജോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്തെങ്കിലും സ്പെല്ലിങ്ങിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ബാക്കോട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാനൊക്കെ ആയിട്ട് പറ്റും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ നെയിം ഇൻ യുവർ ലാംഗ്വേജ് നിങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമില്ല. അവരെന്തെങ്കിലും ഡീറ്റെയിൽസ് ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ മാറ്റം വരുത്തിയതിന് ശേഷം, ഇപ്പോൾ നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ് നമുക്കിതിൽ സബ്മിറ്റ് ക്ലിക്ക് ആവുക, കണ്ട. അപ്പം നമ്മൾ മാറ്റം വരുത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് കൊടുക്കണം. അതാണ് അപ്ഡേറ്റ് പ്രൊഫൈലിൽ വരുന്നത്. പിന്നെ നിങ്ങൾ അടുത്ത നെക്സ്റ്റ് വേണം മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർ. നമുക്കറിയാം, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഈ PM പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ടു ലാക്ടേറ്റിംഗ് മദർമ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവർ നമ്മളോട് എന്ത് ചോദിക്കും, ഡെലിവറി ഡേറ്റ് എന്ന് ചോദിക്കും. പക്ഷേ ഇത് കണ്ട, ബെനിഫിഷ്യറി ഈസ് ഓൺലി 4 months പ്രഗ്നൻറ്റ്. 7 മാസം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ PMനെ LMലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയണത് ഏഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷണൽ ഡീറ്റെയിൽസ്. അതായത് നമുക്കറിയാം, ഹെൽത്ത് ട്രാക്കിങ് നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഹൈറ്റ്, വെയ്റ്റ്, അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ്, ഈ 3 കാര്യങ്ങളും അടിച്ചു കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ്, എന്തെങ്കിലും ഫോളിക് ആസിഡോ അയണോ അങ്ങനെ എന്തെങ്കിലും ഗുളികകളോ മറ്റോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇങ്ങനെ ടിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം, കൊടുത്തിട്ടുള്ളവർ. പിന്നെ ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ഹെൽത്ത് സർവീസ്, ഏത് രീതിയിൽ, അലോപ്പതിയാണോ, ഹോമിയോപ്പതിയാണോ, ആയുർവേദമാണോ, ആയുഷാണോ, കണ്ടില്ലേ, അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഓരോ കുട്ടിക്കും കൊടുക്കുന്നതിൻ്റെ ബേസിസിലാണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു കാറ്റഗറി വരുന്നത് ആഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ്. അതുപോലെ നമ്മൾ ഏതെങ്കിലും TD1, TD2, TD ബൂസ്റ്റർ, ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള വാക്സിൻസ് കൊടുത്തിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കേണ്ടത്. അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബോക്സ് ടിക്ക് ചെയ്യാം, കണ്ട. അതിന് ശേഷം ആ വാക്സിനേഷൻ ഡേറ്റ്, ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വാക്സിനേഷൻ കൊടുത്തെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്മിറ്റ് കൊടുക്കാനായിട്ട് പറ്റും. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന കേസുകൾ മാത്രമേ നിങ്ങൾക്കത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ഓർ റിട്രീവ് ആബ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാം ഒരു മൈഗ്രേറ്റ് ഔട്ട്. ഈ പറയണ PMനെ നമുക്കറിയാം, മൈഗ്രേറ്റ് ഔട്ട് നമ്മൾ കൂടുതലും ചെയ്യുന്ന കേസസ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു PM നമ്മുടെ ഏരിയയിൽ നിന്ന് വേറെ ഏരിയയിലേക്ക് പോയിട്ട് വേറെ അംഗനവാടിയിലേക്ക് പോയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വേറെ പ്രൊജക്റ്റിൽ വേറെ അംഗനവാടിക്ക് പോയെന്ന് വിചാരിക്കാം. പക്ഷേ അവിടുത്തെ ടീച്ചറോട് പറഞ്ഞിട്ടും ഈ പോയ ബെനിഫിഷ്യറീനെ അവിടുത്തെ ടീച്ചർ ആഡ് ചെയ്യണില്ല. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ടും അവർ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു, പക്ഷേ നമ്മുടെ ഇതിൽ ബെനിഫിഷ്യറി ആയിട്ട് കിടന്നിട്ട് ബാക്കി വർക്കുകളൊക്കെ പെൻഡിങ് ആവും. ഹൗസ് വിസിറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ടീച്ചർ നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ ഒരു ഗ്യാപ്പ് അവിടുത്തെ ടീച്ചർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്നിട്ടും ആൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടുക. ആ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിടുമ്പോൾ ഈ ബെനിഫിഷ്യറി ഡിലീറ്റ് ചെയ്ത് പോകണില്ല, പക്ഷേ താൽക്കാലികമായിട്ട് നമ്മുടെ ഇതിൽ നിന്നും മാറി നിൽക്കും. അതായത് നമ്മുടെ ഈ പറയുന്ന ഒരു ഹൗസ് വിസിറ്റിലോ THRലോ ഗ്രോത്ത് മോണിറ്ററിങ്ങിലോ ഈ ബെനിഫിഷ്യറി വരില്ല. താൽക്കാലികമായിട്ട് ആൾ മാറി നിൽക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്ത ബെനിഫിഷ്യറീനെ നമുക്കിത് ഇവിടെ കാണാം. മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽ എന്ന് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മൈഗ്രേറ്റഡ് ഔട്ട് പ്രൊഫൈൽസ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഈ ടീച്ചർ ഒരു ആഷർ ബിജോ എന്ന് പറഞ്ഞ ആളെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്, താൽക്കാലികമായിട്ട് മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കിടക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടീച്ചർ അവിടെ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ
ആ ടീച്ചർക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തതുകൊണ്ട്. അപ്പോൾ നമ്മളൊരു 10 ദിവസമൊക്കെ ചാൻസ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദിവസം ആൾക്കൊരു അവസരം കൊടുത്തിട്ട് ആൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് ആൾ എന്ത് ചെയ്യുക? മൈഗ്രേറ്റ് ഔട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ടീച്ചർ അവിടുത്തെ ബെനിഫിഷ്യറോട് പറയുക, ആ ടീച്ചറോട് ഒന്നുകൂടി ആഡ് ചെയ്യാൻ പറയുക. ആ ആഡ് ചെയ്യുന്ന സമയം ആ ടീച്ചർ ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ കുട്ടീനെ ഒന്നുകൂടി മൈഗ്രേറ്റ് ഇൻ ചെയ്ത് വെച്ചോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ ആൾക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കേസ് നമ്മൾ ഈ പോകുന്ന ആളെ കംപ്ലീറ്റ്ലി ഡീആക്ടിവേറ്റ് ചെയ്ത് കളയുക. അപ്പോൾ പിന്നെ അവിടുത്തെ ടീച്ചർ പുതിയതായിട്ട് ചേർക്കേണ്ടി വരും. ഇതാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇനി അടുത്ത ഓപ്ഷൻ പിന്നെ THR ഓർ HCM ഓപ്ഷൻ. ഇത് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. THR HCMൻ്റെ ഓപ്ഷൻ അത് നമുക്കറിയാം. വില്ലിങ് ടു ടേക്ക് THR അല്ലെങ്കിൽ HCM വില്ലിങ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അവർ. അത് യെസ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് THR കൊടുക്കാനുള്ള ഓപ്ഷൻ വരില്ല. അവർ THR വേണ്ടാന്ന് പറഞ്ഞ കേസുകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? നോ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. മനസ്സിലായി? ഇഫ് നോ സെലക്റ്റഡ് ദ ബെനിഫിഷ്യറി വിൽ സ്റ്റോപ്പ് റിസീവിങ് THR HCM. കണ്ട, അങ്ങനെ പറയുന്നുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത LM എടുത്തു. അവരെ നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ അപ്ഡേറ്റ് പ്രൊഫൈൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ കാണാം. പിന്നെ ഈ മൈഗ്രേറ്റ് ഔട്ട് ഉണ്ട്, ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ്. നമ്മൾ ചെയ്ത സെയിം പ്രോസസ് തന്നെ, മാറ്റങ്ങളൊന്നും ഇതിനകത്തില്ല. നമ്മൾ അടുത്ത കാറ്റഗറി 0 to 6 മന്തിലേക്ക് പോയി ആ കുട്ടിയുടെ അവിടെ ക്ലിക്ക് ചെയ്തു. ഇതിലും മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ അപ്ഡേറ്റ് പ്രൊഫൈൽ, ആഡ് ഗ്രോത്ത് മോണിറ്ററിങ്, വാക്സിനേഷൻ സെയിം തന്നെ. നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം. നമ്മൾ ഓരോ കാറ്റഗറിയും ജസ്റ്റ് ചെക്ക് ചെയ്യണതാണ്. ഇതിനകത്തും മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെയാണ് എല്ലാ സ്റ്റെപ്പുകളും വരുന്നത്. വാക്സിനേഷൻ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിങ്, ആഡ് ഗ്രോത്ത് ആൻഡ് ന്യൂട്രീഷൻ ഡീറ്റെയിൽസ്, THR സെയിം തന്നെ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ റീഫ്രഷ് ബട്ടൺ കണ്ട മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെ തിരിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും കളഞ്ഞതോ ആഡ് ചെയ്തതോ ഒക്കെ വരാനോ പോകാനൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫ്രഷായി പെട്ടെന്ന് ഇതിലേക്ക് റിഫ്ലക്റ്റ് ആവും. അത് നല്ലൊരു ഓപ്ഷനാണ്. 3 to 6 എടുത്തു. അതിൽ പോയി നമ്മൾ അതിൽ അപ്ഡേറ്റ് പ്രൊഫൈൽ സെയിം തന്നെ കണ്ടില്ലേ. ഇപ്പോൾ നമുക്ക് ഇതിലെല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓൾറെഡി നേരത്തെ ചെയ്തിരുന്നത് തന്നെയാണ് എല്ലായിടത്തും ചോദിക്കുന്നത്. പിന്നെ ഈ 3 to 6 നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ കുട്ടീനെ എടുക്കുമ്പോൾ ആ കുട്ടിയുടെ ഇവിടെ നമ്മൾ കുട്ടീനെ സെലക്ട് ചെയ്യുമല്ലോ. കുട്ടീനെ സെലക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തിട്ട് ഈ ഭാഗത്തുനിന്ന് നോക്കണം. ആ കുട്ടി ചൈൽഡ് ഗോയിങ് ടു അംഗനവാടി സെൻ്ററാണോ സ്കൂളാണെന്നുള്ളത്. അംഗനവാടി വരുന്ന കുട്ടിയാണെങ്കിൽ അംഗനവാടി സെൻറ്റർ തന്നെ കൊടുത്തോളൂ, തെറ്റി കൊടുക്കരുത് കേട്ടോ. നമുക്ക് മാറ്റിയിടാൻ ഓപ്ഷൻ പിന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ 3 ഡോട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് സംശയങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് ഓരോ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ നോക്കി കറക്റ്റായിട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ ഡെയിലി ട്രാക്കിങ്ങും. ഓക്കെ, താങ്ക് യു.